ഗൈസ്, അപ്പം ഞാനും മാമിയും കൂടെ ഇന്ന് രേഖമ്മയുടെ അവിടേക്ക് പോവാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനും ഉണ്ട്, അവിടുന്ന് കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഉണ്ട്. ഇതന്നെ സ്കൂളില്ലെങ്കിൽ പരിപാടി, ഇതിനെന്താ അതൊരു പരിധിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളില്ല, എന്താ ചെയ്യുക ഗൈസ്. ഈ അമ്മയ്ക്ക് ഇവിടുന്ന് കുറേ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനും ഉണ്ടാവും, അങ്ങോട്ട് കൊണ്ടുവരാനും ഉണ്ടാവും. ഈ അമ്മയ്ക്ക് രേഖമ്മയ്ക്ക് 24 മണിക്കൂർ തന്നെ പടി. അച്ഛൻ ഇതോടെ പരാതിയാണ്, അമ്മ അച്ഛനോട് സംസാരിക്കണത്. ഞാൻ വേണ്ട രാവിലെ എണിച്ചതും അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കും, എന്താ ഒരു വെളിയില്ലേന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങിടും, എന്താ മറന്നു പോകുന്നു പറഞ്ഞിട്ട്. ഇതാണ് ഗൈസ്, എന്താ ചെയ്യുക. അച്ഛനപ്പോൾ പരാതിയായി. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഇവിടെ അമ്മ 24 മണിക്കൂർ രേഖമ്മയോട് സംസാരിക്കണം. അപ്പൊ നമുക്ക് അമ്മയോട് പോയി ചോദിക്കാം എന്താ കാര്യം, എന്താ ഗൈസ്. അമ്മ എന്താ അവിടെ രേഖമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. മതി മതി മതി, ഇന്ന് പോകേണ്ട കാര്യങ്ങൾ ഒരു പ്ലാൻ ചെയ്യണം. ശരി അമ്മ പറയാമ്മ, എന്താ സംഭവം? 24 മണിക്കൂർ അസൂയിക്കും കുട്ടിനും വരുന്നില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഗൈസ് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. പറയുമ്പോ എന്താ ചെയ്യാ ഗൈസ്? ലച്ചുകുട്ടി ഫോൺ എടുത്തായിരുന്നു. അതെ, ലച്ചു ഫുൾ സപ്പോർട്ടാണ്. എന്താ നിങ്ങളുടെ പ്രശ്നം? 24 എന്താ സംസാരിക്കല്ലോ, ഇത്ര മാത്രം സംസാരിക്കാൻ? ബോറടിക്കില്ല. പണികളൊക്കെ ഇങ്ങനെ ചെയ്യണ സമയത്ത് ഫോൺ വിളിച്ചിട്ട് പണികൾ ചെയ്യുമ്പോൾ വേഗമാവും. ഓ, ബോറടിക്കാതിരിക്കാനുള്ള നമുക്ക് അതൊക്കെ രേഖമ്മയോട് പറയുന്നുണ്ട്. അമ്മ ബോറടിക്കാതിരിക്കാതെ വേഗം വിളിക്കാം. അപ്പൊ അതാണോ കാരണം? അവളുടെ അടുത്ത് ചോദിച്ചു നോക്കാം, അപ്പൊ അവൾ എന്താ പറയണെന്ന് അറിയാം. ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ മുടപ്പിൽ ഒരു രേഖമ്മയുടെ അവിടെ പോയിട്ട് ചോദിക്കാം എന്താ സംഭവം. 24 മണിക്കൂർ നിങ്ങൾ വിളിച്ചോണ്ടിരിക്കുകയാണോ ചോദിക്കാം. അമ്മ അവിടെ കൊണ്ട് വിടാ, അതാണ് രണ്ടാൾക്ക് അങ്ങോട്ടും കൂടെ 24 മണിക്കൂർ ഇരുന്ന് സംസാരിക്കാനാ. അതപ്പോഴേക്കും ഞങ്ങളുള്ളതുകൊണ്ടാ പോവാത്തത് ഗൈസ്. ഞങ്ങളെയൊക്കെ ഒഴിവാക്കാൻ പോവാണ് തോന്നുന്നു. അപ്പൊ എന്താ അവിടെ പോയിരിക്കും. ശരി ശരി, അപ്പൊ അങ്ങനെയൊക്കെയാണ് അമ്മ. രേഖമേമ മതീന്ന് എനിക്കൊന്നും പറഞ്ഞറിയില്ല. നിങ്ങളൊക്കെ വലുതാവട്ടെ അറിയാം. ഓക്കെ ഓക്കെ, ഞങ്ങള് വലുതായി അറിയാം. ഓ, സ്നേഹബന്ധം. ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ്, നമുക്കപ്പോ മുടപ്പിലൂര് പോയിട്ട് മേമയോട് ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കണം. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഇതാ ഗൈസ്, സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി നമ്മൾ പോവുകയാണ് രേഖയുടെ അവിടെ. സസ്പെൻസ് ആയിട്ട് എന്താ പടിയൊക്കെ പൂട്ടിച്ചിരിക്കും? പിള്ളേർ സൈഡിൽ കൊണ്ട് റോട്ടിലിറങ്ങാണ് വണ്ടിയൊക്കെ വരുന്ന. കല്യാണത്തിനൊന്നും വരില്ല, വെറുതെ റെഡി ആയി വീഡിയോ എടുക്കാൻ റെഡി ആയതാണ്. അയ്യേ, പിന്നെ എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. കണ്ണിലെവിടെ? കണ്ണം കളിക്കാൻ പോയി വാ ഗൈസ്. എന്താ ലച്ചിനെ കൊണ്ടുവന്നില്ല? ലച്ചുവിനെ ഞാൻ കൊണ്ടുവരുന്ന പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. എന്താ ചേച്ചി ചേച്ചി നേരെ കൊടുക്ക്. നേരെ ഉമ്മതാ എന്താണ് വീട് പോ? അതാണോ? അറിയാം, ഓട്ടോറിക്ഷ പോയി. ഒളിക്കുട്ടാ ഹായ് പറയും. നോക്കട്ടെ, ഹായ് പറയും. നോക്കട്ടെ, ഹായ് പറയും. നാണോയോടെ പെട്ടെന്ന് വന്നോണ്ടാ തോന്നുന്നു. ആള് ഭയങ്കര സൈലന്റ് ആയി. ഞാനെന്റെ സൗണ്ട് കേട്ടിട്ട് ഓടി വന്നാണ്. തുണി ചെയ്യുമ്പോ. അതെയാ? കാരണം ട്യൂഷൻ ഇല്ലേ? പിന്നെന്താ വിശേഷം? നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. റാണി എന്തിന്? റാണി അവിടെ എന്തൊക്കെയോ ചെയ്യണോ അവിടെ. ഞാൻ കൊണ്ടുവരുമ്പോഴാണ് ഉണ്ണിക്കുട്ടാൻ സന്തോഷമായിരുന്നത്. അതെയാ? അവള് കരയുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുവന്നിട്ട് വെയിൽ കയറിയത് കുട്ടികൾക്ക് പഠിക്കാൻ പോകാനാണ്. ABCD ക്യാപിറ്റൽ ലെറ്റർ ABCD സ്മോൾ ലെറ്റർ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്ക. കണ്ണം രാവിലെ പോയതാണ് കളിക്കാൻ. ഭക്ഷണമൊന്നും കഴിക്കണ്ടേ പോവനെ? രാവിലെ പോയി കഴിക്കാൻ വരും, തന്നെ ചോറ് കൊണ്ടുകൊണ്ടും ഒറ്റ ഓട്ടമാണ്. ആരുടെ കൂടെ കളിക്കാ ചെക്കൻ? വെറുതെ പോണത് അനന്തമില്ലേ?
കളിക്കാൻ? അവരിപ്പോ മാറിയിട്ടുണ്ട്. ഓ, അവരോട് കളിക്കാൻ പോയി. ആരുടെ കളിക്കാനൊക്കെ പോകാൻ പറ്റുമോ? അവനല്ലേ മാറിയിട്ട്, ഇവനെ മാറിയിട്ടുണ്ട്. ഇവനോട് കുളിച്ചിട്ട് പോകാൻ കേൾക്കില്ല. എന്നിട്ട് അവർ കളിക്കാൻ കിട്ടുമോ? അവിടെ എന്താ പിള്ളേർ കളിക്കുന്നത്? വെറുതെ ആ മീനൊക്കെ പിടിച്ചിട്ടും. ചാത്തകുളത്തിന്റെ അവിടെ ഇതവിടെ ഇവിടെ ഒരു കനാലില്ലേ? എന്താ ചായ വേണ്ടേ? ചായ നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം. നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാം. വാണുകൂടെ പോയോ? വാസത്തെ എന്താ ഭയങ്കര സാൻഡ് ആയിരിക്കുന്നത്? പനിയാണ്. നിങ്ങളെ കണ്ടിട്ടാണ് തോന്നുന്നു. അതോ ഞങ്ങളെ കണ്ടേ. ഗായ്സ്, അപ്പൊ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. മേമയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അല്ല, ശരിക്കും എന്താ പ്രശ്നം? എന്താ പറഞ്ഞാല് നിങ്ങൾ 24 മണിക്കൂർ അമ്മയോട് സംസാരിക്കുക, അങ്ങോട്ട് സംസാരിക്കുക, എന്നെ പണി. എന്താ സംഭവം? നാളേക്ക് 40 വട്ടം ഒരു ദിവസം വിളിക്കുന്നുണ്ട്. എന്താ സംഭവം? മേമ പറയും. ഞങ്ങള് വീട്ടിലുള്ള വിശേഷങ്ങളൊക്കെ സംസാരിച്ചിരിക്കണ്ടേ? ഇടയ്ക്ക് ചേച്ചി അനിയത്തിയാകുമ്പോ അങ്ങനെയൊക്കെ സംസാരിക്കണ്ടേ? നീ നിന്റെ റാണി സംസാരിക്കണ്ടേ? എപ്പോ പറഞ്ഞു കഴിഞ്ഞാ അത് കല്യാണം കഴിഞ്ഞ് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ എന്താ പറഞ്ഞ? ഞങ്ങള് പണി ചെയ്യുമ്പോ സംസാരിച്ച ബോറടിക്കുകയല്ല, പണി ചെയ്തോണ്ടേ ഇരിക്കാന്നാണ് അമ്മ പറഞ്ഞത്. മേമയ്ക്കും അതുപോലെ തന്നെ. പാത്രമൊക്കെ കഴുകുമ്പോഴാണ് ഫോൺ വിളിച്ച് സംസാരിക്കുക. അപ്പൊ പണി ചെയ്യേണ്ട റിസ്ക് അറിയേയില്ല. അതാണ് ഗൈസ്, രണ്ടുപേരും മറുപടി ഏകദേശം ഒരേപോലെയാണ്. അപ്പൊ നമ്മുടെ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതാണ് ചോദിക്കാനുള്ളത്. ഗൈസ്, ദ കണ്ണൻ നിക്ക് കാണിച്ചു തരാം. വാഴ വെട്ടി അതാ സമയല്ലേ വെട്ടി. വെട്ടിക്കോ. വീഴണ്ട, നീ മുളകിനെടുത്തിരിക്കണേ. ഗായ്സ്, വാഴ വെട്ടി. അതാ ബാഹുബലി. വായ, അമ്മ വരുന്നുണ്ട്. വായ പോവാ. വായ പോവാ. വായ വീട്ടിൽ പോട്ടെ. അമ്മ പോണ്ട. വീട്ടിൽ പോട്ടെ. അമ്മ ഒന്ന് കഴിച്ചു. പഴം ഇവിടെ ഉണ്ടായതാണ്. ഉണ്ണിക്കോട്ടാ, ഗായ്സ്, അപ്പൊ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഞാനും മമ്മിയും കുടിക്കുകയാണ്. പിള്ളേരുടെ ചെറുതായിട്ട് സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ വീണ്ടും തുടങ്ങി ഗായ്സ്. പിള്ളേർ ഫുള്ള് വികൃതിയാണ് ഗായ്സ്. അപ്പൊ ഞങ്ങൾ പോവുകയാണ്. ചായ കുടിച്ചു കഴിഞ്ഞു. തരാ.